നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ എം.ടി. വാസുദേവൻ നായർ നമ്മളോട് വിട പറയുകയാണ്. അതും അദ്ദേഹം മരിച്ചത് ക്രിസ്മസ് രാത്രിയിലാണ്. അദ്ദേഹം അതിലൂടെ നമ്മളെ കാണിക്കുന്നത് അദ്ദേഹം ഒരു നക്ഷത്രമായിരുന്നു. നക്ഷത്രമെന്ന് പറയുന്നത് വഴികാട്ടിയാണ്. നമ്മളെ മൂല്യങ്ങളിലേക്ക്, കലയിലേക്ക്, സാഹിത്യത്തിലേക്ക്, നല്ല ജീവിതത്തിലേക്കൊക്കെ വഴി കാണിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ എം.ടി. വാസുദേവൻ നായർ. യഥാർത്ഥത്തിൽ കാലത്തെ അനശ്വരനാക്കിയ ഒരു കലാകാരനാണ് അദ്ദേഹം. കാലമെന്ന് പറഞ്ഞ ചരിത്രത്തെ അനശ്വരനാക്കിയ കലാകാരൻ. അതുമാത്രമല്ല, മലയാളത്തിൻ്റെ ശബ്ദം, മലയാള അക്ഷരങ്ങൾ ലോകം മുഴുവനും വ്യാപിപ്പിച്ചത് ഈ കലാകാരനാണ്. എം.ടി. വാസുദേവൻ നായരുടെ കഥകൾ വായിച്ചാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രമാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ, അദ്ദേഹത്തിൻ്റെ നോവലിലൂടെയൊക്കെ കിട്ടിയതാണ്. ഞാൻ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ചെറുപ്പം മുതലേ കാലവും മറ്റു നോവലുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ മലയാളത്തെ പുഷ്ടിപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ഈ സമയത്തിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. നമ്മളുടെ ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നതിന് ഇനിയും അദ്ദേഹം അനശ്വരനാണ്. ഒരിക്കലും അദ്ദേഹം നമ്മളിൽ നിന്ന് പിരിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും കഥകളും നമ്മോടൊത്ത് എന്നും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ കലാകാരന്മാർക്കും എൻ്റെ പ്രത്യേകമായ അനുശോചനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പത്രക്കാർക്ക് പ്രിയങ്കരനായിരുന്നു ഈ എം.ടി. വാസുദേവൻ നായർ. കാരണം എല്ലാ പത്രങ്ങളിലും, എല്ലാ മാസികകളിലും, എല്ലാ സിനിമകളിലുമൊക്കെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.